ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വിഷു പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തത് തന്നെ കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ എക്സാംസും ഫെസ്റ്റ് അങ്ങനെ കുറേ സാധനമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും 2 മാസം ഞാൻ വീട്ടിലൊക്കെ ഉണ്ട്. നമുക്ക് ഇൻറ്റേൺഷിപ്പ് വെക്കേഷൻസ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ചൊക്കെ ഇട്ട് ആക്റ്റീവ് ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നാളെ വിഷു ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. ഇന്ന് നമ്മൾ സാധനമൊക്കെ മേടിക്കണം, വീടൊക്കെ ഒരുക്കണം, അങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സൊക്കെ കഴിക്കാനൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ച് ഒരുക്കാനുണ്ട്. ബൈ ദ വേ, ഞങ്ങളിപ്പോൾ രാധാമ്മ വീട്ടിലാണ്. നമ്മൾ ആദ്യത്തെ വിഷുവാണ് വീട് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പണി നടക്കുന്നുണ്ട്. അതാണ് ബാക്കിൽ ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര നല്ല സുഖമാണ്. ഇപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു സെമ്മും കൂടെ ഉണ്ട് നമ്മുടെ 5 വർഷത്തെ LLB പഠിത്തം തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ പോകുന്ന വഴി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ്, വിഷുവിന് എന്തൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്തു എന്തൊക്കെ സാധനം വേണമെന്ന്. നമ്മുടെ കൂടെ അമ്മു ചേച്ചിയുണ്ട്. രാധാമണിയുടെ ആദ്യത്തെ വിഷു പറയേ. എൻ്റെ ആദ്യത്തെ വിഷുവാ. ആ ഹായ് ഗൈസ്, നമ്മളിപ്പം ഏറ്റുമാനൂർ നമ്മുടെ പർപ്പിളിൽ വന്നേക്കാണ്. നാളെ നമുക്ക് ഇടാനായിട്ട് തുണി ഒന്നുമില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം. താഴെ ചെന്നിട്ട് ഒന്ന് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം തയ്യക്കട വന്നേക്കാണ്. അമ്മുവിൻ്റെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ഡ്രസ്സ് തയ്ച്ച് തരുമോ എന്ന് നമ്മൾ ബയ്യോടൊന്ന് ചോദിച്ചു നോക്കണം. എനിക്ക് നമ്മൾ ഇറങ്ങിപ്പോകാനുള്ളത് ഇടുക അത്ര തന്നെ. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ ബയ്യോടൊക്കെ തയ്ക്കാൻ പറഞ്ഞാൽ അവർ ഹിന്ദിയിൽ എന്നെ തെറിവിളി ഏത് ബയ്യ കോൺസാ കപ്പട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കലാവിലെന്ന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനത്തെ തയ്ക്കണം എന്ന്. നമ്മളിത് മെറ്റീരിയലൊക്കെ ഇവിടെ ഉണ്ട്, താഴത്തുണ്ട്. നമ്മളിനി ഈ ചേട്ടനെ കൊണ്ട് നാളത്തേക്ക് കിട്ടുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യാം. ആ ടീക്കേ ഭയ്യ, നാളെ ഞാൻ പായസം തരാം. എനിക്ക് കപ്പട ചാഹിയേ. ഗൈസ്, അവസാന നിമിഷത്തിൽ നമ്മൾ പർപ്പിളുകാരാണ് നമ്മളെ സഹായിച്ചത്. ഒരു തുണി ഇല്ലാണ്ടിരുന്നപ്പോൾ നമ്മൾ പർപ്പിളുകാർ നമുക്ക് തുണി തരാമെന്ന് സഹായിച്ചു. പ്രത്യേക താങ്ക്സ് ടു മൈ മമ്മി. അപ്പോൾ വിഷുവിന് എനിക്കും തുണി ഇടാനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബയ്യയ്ക്ക് ഒരു ഗ്ലാസ് ചായയിലല്ലോ പായസം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം വന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കണം നമ്മുടെ ഡ്രസ്സ് എന്തായെന്ന്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം ഓക്കെ. ഇനി നമുക്ക് രാധാമ്മയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പം അവിടെ ചിലപ്പോൾ കാണിക്കാം. നമ്മൾ വഴി സൈഡിൽ ഇപ്പം ചക്കയൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാവേ. ഇതുണ്ടോ ചക്കയൊക്കെ, ഇതൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് പർപ്പിളിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പച്ചക്കറി മാർക്കറ്റിലല്ല വന്നത്. കാരണം ഏറ്റുമാനൂർ ഭയങ്കര തിരക്കാണ്, വണ്ടി ഇടാനൊന്നും സൗകര്യമില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഇവിടെ തിരുവഞ്ചൂർ പോകുന്ന വഴിക്ക് ചെറിയ കടയുണ്ട് വഴിയരിയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് മൊത്തം മറ്റേ കണിക്കൊന്നയൊക്കെ ആൾക്കാരൊക്കെ പറിച്ച് വിൽക്കുകയൊക്കെയാണ്. എല്ലാ വർഷവും ഉണ്ട്, തവണ ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ റോഡിലൊന്നും വലിയ തിരക്കില്ല. എന്നാൽ എനിക്കൊന്ന് വൈകുന്നേരം ആകുമ്പോൾ ആവുമായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പം ചെറിയ ഒരു പച്ചക്കറി കടയിൽ അന്നേക്കാണ് സാധനം മേടിക്കുക. നമുക്കപ്പം കാണാം. നമ്മൾ ചെറുവാണ്ടൂർ പോകുന്ന ഈ കടയിൽ നിന്നാണ് നമ്മൾ പച്ചക്കറി മേടിക്കുന്നത്. ഇതൊക്കെ കണി വെള്ളരിക്കയുണ്ട്. കണി വെള്ളരിക്ക എല്ലാം ഉണ്ട്. നമ്മളപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇതൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കൊന്നയും കറിവേപ്പിലേക്ക്. അതോ അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഗൈസ് വിഷുവിന്. ഗൈസ്, അപ്പം വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾക്ക് ശേഷം അമ്മു വന്നിട്ടുള്ള നമ്മുടെ വിഷുവാണ് ഗൈസ്. വിഷു അമ്മുന് എന്താണ് പറയാനുള്ളത്? ഇത്ര നാൾ അവിടെയല്ലേ ആഘോഷിച്ചോള്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താണ് പറയാനുള്ളത്? 2 വാക്ക് പറയും. പ്ലീസ്. അവൾ ഇൻവെർട്ടറാന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഇത്ര നാള് അമ്മു അവിടെ, അമ്മയ്ക്ക് തന്നെ അമ്മു ഇവിടെ വന്നിട്ടുള്ളതിന് പറയാൻ പറ്റുള്ളത് സന്തോഷം അല്ലേ? യെസ്, കണ്ടോ, ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എൻ്റെ വ്ളോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. യാതാമ്മ അമ്മയൊക്കെ ചോദിക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പപ്പയാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അമ്മു മാത്രം കുറച്ച് ഇൻട്രോവേർട്ടാണ്. അപ്പം അമ്മു ഉള്ളതിന് ഞങ്ങൾക്ക് സന്തോഷമാണ് ഗൈസ്. അവൾക്ക് സന്തോഷമില്ലെങ്കിലും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പർച്ചേസിന് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എവിടെയാകുമ്പോൾ പോകുന്നത്? സൂപ്പർ മാർക്കറ്റ്, നിയർ ബൈ മാർട്ടിൽ പോവാണ്. ഓക്കെ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയായി സമയം. നമ്മളിനി കഴിക്കണം. അത് ഇനി കുറച്ച് നേരം കിടക്കണം. അതിനി വൈകുന്നേരം എണീറ്റിട്ട് വേണം നമുക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാം ഗൈസ്.
ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. നമ്മളിതാ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് 5 മണിയായി എണീറ്റപ്പം. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുക, കട്ടൻ കാപ്പി കുടിക്കുക, അതിനി വൃത്തിയാക്കുക. അമ്മ അവിടെ നേരത്തെ വൃത്തിയാക്കാൻ തുടങ്ങി. ഞാൻ ചായയൊക്കെ ഇട്ട് കട്ടനൊക്കെ ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വൃത്തിയാക്കാം. ഓക്കെ, 10. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞപ്പോൾ ഓടി വന്നിരിക്കുന്നു അനീറ്റ മരിയ സണ്ണി. ഒറ്റ ചവിട്ട്. ഇവളാണ് ഇന്നലെ നേഴ്സ് ആയത്. ഗൈസ് നമ്മൾ പർപ്പിളിൽ വന്നേക്കാണ് തയ്ച്ച ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാൻ. ഗൈസ്, ഇപ്പം ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടീ കമ്പനിയിൽ വന്നേക്കാണ്. ഞാൻ, അനീറ്റ, ദെൻ അമ്മുണ്ട്. ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയേക്കാണ്. ഇനിയിപ്പം ആകെ പരിപാടി എന്ന് വെച്ചാൽ കഴിക്കണം, ഉച്ചത്തെ തിന്നാനുള്ള സാധനം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുളിക്കണം, എന്നിട്ട് കണി വെക്കണം. അപ്പം ആദ്യത്തെ വിഷുവാണ് ഗൈസ് അനീറ്റ മരിയ സണ്ണിയുടെ. ആദ്യമായിട്ടാണ് വിഷുക്കണി കാണുന്നത്. പിന്നെ രാധാമ്മ വീട്ടിലെ ആദ്യത്തെ വിഷു അല്ലേ? അപ്പം ആദ്യമായിട്ടാണ് വിഷു എങ്ങനെയാണ് എന്താണെന്ന് പോലും അറിഞ്ഞൂടെ, നമ്മൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ സമയമായിരിക്കുന്നു. നമ്മൾ ഇനി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിയാൻ പോവാണ്. ഇവിടെ പച്ചക്കറി മത്സരമാണ് അരിയുന്നത്. അവിടെ ഒരു പണി എടുക്കാണ്ട് അവിടെ ഒരു തീരുപ്പുണ്ട്. രാധാമ്മ അരിഞ്ഞ് പകുതിയായി അല്ലേ രാധാമ്മേ? അതെ, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ദേ ഇവിടെ ഒരുത്തി കഷ്ടപ്പെട്ട് അളവെടുത്തായിട്ടാണ് അരിയുന്നത്. ഗൈസ്, ഏട്ടായി വിളിച്ചു ഗൈസ്. ഹാപ്പി വിഷു പറഞ്ഞോ? കേക്കാം. അങ്ങനെ ഞങ്ങള് കുളിച്ചു. ഇനിയിപ്പം കണി വെക്കാൻ പോവാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റായി, 12 മണി കഴിഞ്ഞു. ഹാപ്പി വിഷു ഗൈസ്, ഹാപ്പി വിഷു. കണി വെക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ധാരണയൊന്നുമില്ല ഇതിനെ പറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള കണിയാണ് ഒരുക്കുന്നത്. അതെ. അങ്ങനെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ കിടക്കാൻ പോകണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് കണി വയ്ക്കുന്നത്. അല്ലെങ്കിൽ അമ്മച്ചിയോ അമ്മയോ ആരെങ്കിലൊക്കെ പറഞ്ഞ് വെച്ചിരുന്നേനെ. രാധാമ്മ കടന്നു. അപ്പം പിന്നെ ഞാനും അനീറ്റയും അമ്മൂൻ്റെയും കൂടെ കഷ്ടപ്പാടാണ് ഇത്തവണത്തെ കണി. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം കണ്ടതിനേക്കാളും ഭംഗി രാവിലെ വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അത് കാണുമ്പം കാണാം. ഇന്നത്തെ പ്രിപ്പറേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. ഹാപ്പി വിഷു. ഇനി നാളെ കാണാം.